എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഈ കൺമുന്നിലിരിക്കുന്ന പോലെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ യൂണിക്കോൺ 160 ആണ്. അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്നൊരു വീഡിയോ ആണിത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചൊരു വീഡിയോയും കൂടാണ്. ഇപ്പോൾ ഹോണ്ട നിലവിൽ 2025 മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് തുടങ്ങി. അതിൽ വന്ന ഒരു വണ്ടിയാണ് ഈ ഒരു യൂണിക്കോൺ. അതായത് പഴയ മോഡലിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളോടെ പുതിയ അപ്ഡേഷനോട് കൂടി വന്ന ഈ ഒരു യൂണിക്കോൺ നമുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ SP160 പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ SP125 പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ആക്റ്റീവ് 125 പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ആക്റ്റീവ് 125ൻ്റെ പുതിയ മോഡലിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോണ്ടയ്ക്ക് സെയിൽ കൊടുത്ത ഒരു വാഹനമാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ക്ലാസിക് ലുക്കിൽ ഇന്ത്യയിൽ ഒരു യുഗം തന്നെ ഭരിച്ചൊരു വണ്ടിയാണ് ഈ ഒരു യൂണിക്കോൺ എന്ന് പറയുന്നത്. ഇതിനെ വെല്ലാൻ വേറൊരു വണ്ടി ഇല്ലായിരുന്നു തന്നെ പറയാം. അത്രയ്ക്ക് ആൾക്കാർ ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ഈ ഒരു യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിക്കോൺ 150 ആയിരുന്നെങ്കിൽ ഹോണ്ട BS6 വന്നപ്പോഴത്തേന് 160 അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എഞ്ചിനൂടെ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു എഞ്ചിൻ നിലനിർത്തിക്കൊണ്ട്, അതായത് എഞ്ചിൻ നിലനിർത്തി എന്ന് പറയുമ്പോഴും എഞ്ചിനിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ OBD2B എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ എമിഷൻ ഇല്ലാത്തൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു പുതിയ യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടെ കൊണ്ടുവന്നു. അതുകൂടാതെ വേറെ കുറേ മാറ്റങ്ങളൂടെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നു. അതായത് ഒരു ക്ലാസിക് ബൈക്കാണ്. ആ ഒരു ക്ലാസിക് ബൈക്കിൽ നിന്ന് ക്ലാസിക്കായിട്ടുള്ള ആ ഒരു സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ്, നമുക്ക് കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ ഹോണ്ട കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രകാരം ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്, ഇതുവരെ യൂണിക്കോൺ ഓൺ ചെയ്തവരായ വാങ്ങിച്ചവരായാലും വാങ്ങിക്കാൻ പോകുന്നവരായാലും എല്ലാം ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് നോക്കുമ്പോൾ ഹാലജൻ ബൾബായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അത് ഫുള്ളി LED ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഇത് ഫുള്ളി LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. 2 പാർക്ക് വരുന്നുണ്ട്. 2 സെക്ഷൻ, ഡിമ്മും ബ്രൈറ്റ് 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഹോണ്ട ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് എൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി കാണാം. അപ്പം നോർമൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മറ്റും ഡിജിറ്റൽ മീറ്ററാണ്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം എൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോനെ, ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, 2 സൈഡിൽ പാർക്ക് വിത്ത് ഈ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു LED സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് പാസും കാര്യങ്ങളൊക്കെ അടിക്കാം. അതായത് കണ്ടില്ലേ, ഈ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഹോണ്ട സെറ്റ് ചെയ്തത്. അപ്പോൾ ഏറ്റവും പുതിയ യൂണിക്കോണിലുള്ള ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു രീതിയിലാണ് ഹോണ്ട ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ വളരെ മനോഹരം എന്ന് വെച്ചാൽ ആ ഒരു ക്ലാസിക് ലുക്ക് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു കാര്യങ്ങൾ ഹോണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പാർക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത് ഹാലജൻ ബൾബ് തന്നെയാണ്. അതിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. അത് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് നോക്കാം. വേറെ ഈ ഒരു ഷേപ്പിലാണ് ഇൻഡിക്കേറ്റർ. അറിയാലോ, നമുക്ക് യൂണിക്കോൺ കാണുന്ന കാലം തൊട്ട് തന്നെയുള്ള ആ ഒരു സെയിം ഡിസൈൻ ഹാലജൻ ബൾബ് തന്നെയാണ്. അതിൽ മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്ററിലാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ SP160 കണ്ട സെയിം ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പായിട്ട് പറയാം, നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെയുള്ള യൂണിക്കോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഹാൻഡിൽ ബാർ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സിൽവർ കളറാണെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റി ഗ്രേ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൂടാതെ ഹോണ്ട എന്നുള്ള ഇവിടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് ഉണ്ട്, അത് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇതും സിൽവർ കളറിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമുക്കിപ്പോൾ മാറ്റ് ഗ്രേ കളറായി ആക്കിയിട്ടുണ്ട്. അപ്പം ഹാൻഡിൽ ബാറിൽ ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത് സിൽവർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്ന ഒരു സിൽവറിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിപ്പോഴും ആയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ട് വേണ്ട മാറ്റം, സ്വിച്ച് അസംബ്ലിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം ഇൻഡിക്കേറ്റർ ഹോണിൻ്റെ സ്വിച്ച് മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു ബ്ലാക്ക് കളർ സ്വിച്ച് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഗ്രേ കളർ സ്വിച്ച് ആക്കിയിട്ടുണ്ട് ഹോണിൻ്റെ സ്വിച്ച്. ഹോൺ നോക്കുകയാണെങ്കിൽ ആ സിംഗിളായിട്ടുള്ള ഒരു ഹോണും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ നമുക്ക് ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് പാസ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻജിൻ ഗിയർ സ്വിച്ച് വിത്ത് സെൽ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്വിച്ച് അസംബ്ലി വന്നിരിക്കുന്ന മാറ്റം. പിന്നെ ഇനി മീറ്റർ, ഇതാണ് ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ ഒരു
സെറ്റപ്പ് എന്ന് പറയുന്നത് SP160 കണ്ട സെയിം മീറ്റർ. അപ്പം യൂണിക്കോണിന് നമുക്കിത് വെച്ച സമയത്ത് ആ ഒരു ഈ ഒരു ഇത്രയും വലിയൊരു ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ട് പോലും ഒരു ഒതുങ്ങിയ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നേരത്തെ നമുക്ക് ആ ക്ലാസിക് മീറ്റർ നമുക്കറിയാവുന്ന ഡ്യുവൽ സെക്ഷൻ ആയിട്ട് കൊടുത്തിരുന്നു. അതൊരു ക്ലാസിക് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഏറ്റവും പുതിയ മാറ്റം ഡിജിറ്റൽ മീറ്ററുടെ നമ്മുടെ ഈ ഒരു യൂണിക്കോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മീറ്ററിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റർ സെറ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ABSൻ്റെ വാണിംഗ്, ഹെഡ്ലൈറ്റിൻ്റെ വാണിംഗ്, എഞ്ചിൻ്റെ മാനുഫാക്ചർ സ്വിച്ച്, ന്യൂട്രൻ്റെ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള വേണ്ട എല്ലാ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് RPMൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ, അതായത് നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു യൂണിക്കോണിലും കാണാത്തൊരു സംഭവമാണ് ഈ ഡിജിറ്റൽ മീറ്റർ വിത്ത് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്. താഴെ ഫ്യൂവലിൻ്റെ വാണിംഗ് ആണ് കാണിക്കുന്നത്, ടോട്ടൽ കിലോമീറ്റർ, നമുക്ക് സ്പീഡ്, ടൈം. അതുകൂടാതെ ഈ സൈഡിലായിട്ട് നമുക്ക് പല വാണിംഗ്, അത് നമുക്കിപ്പോൾ ഇതിൽ സെറ്റ് എന്നുള്ള സ്വിച്ചിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈവ് മൈലേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഈ വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്ററിന് ലൈവ് മൈലേജ് അറിയാൻ പറ്റും. അതുപോലെ ട്രിപ്പ് Aയുടെ ലൈവ് മൈലേജ് അറിയാൻ പറ്റും, ട്രിപ്പ് Bയുടെ ലൈവ് മൈലേജും അറിയാൻ പറ്റും. കൂടാതെ താഴെ സെറ്റ് എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ആവറേജ് മൈലേജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ബാറ്ററി ടെമ്പറേച്ചർ അറിയാൻ പറ്റും. പിന്നെ ട്രിപ്പ് Aക്കും Bക്കും നമുക്ക് ഈ ഒരു ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് സെറ്റ് ചെയ്യുന്നത് അറിയാമല്ലോ, ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ട്രിപ്പ് 00 ആവും. ആ ഒരു 00 ഇട്ട് ഓടിക്കുന്ന സമയത്തുള്ള ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെയാണ്. ലൈവ് മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് 00 ആക്കിയിട്ട് ഓടിക്കുന്നതിൻ്റെ ആയിരിക്കും നമുക്കിവിടെ ലൈവ് മൈലേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ യൂണിക്കോണിൽ ഹോണ്ട പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒന്ന് ഓഫാക്കിയിട്ട് ഓണായി കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ഇരിക്കുന്നത്. അതൊക്കെ നൈസായിട്ടുണ്ട്. പുതിയ അപ്ഡേഷനിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു അപ്ഡേഷനാണ് ഈ ഒരു ഡിജിറ്റൽ മീറ്റർ എന്ന് പറയുന്നത്. ആൾക്കാർ ചോദിച്ച് അതായത് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം കൂടാണ് യൂണിക്കോണിൽ ഒരു അപ്ഡേഷൻ കൊണ്ടിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഹോണ്ട കൊണ്ടുവന്നു. അടുത്ത ഏറ്റവും വലിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിലാണ്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതും ചാർജർ കൊടുത്തിരിക്കുന്നത് പറയുമ്പോഴും നമുക്ക് USB A പോർട്ടൊന്നുമല്ല, USB-C പോർട്ട് കണ്ടില്ലേ. ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള USB-C പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, ഡാമേജ് ഒന്നും ആകാത്ത രീതിയിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം, നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABSും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഹോണ്ടയുടെ ആ ഒരു പഴയ വണ്ടിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മൽഗാർഡ് നോക്കിയാലും നമുക്ക് ബോഡി കളറിനോട് ചേരുന്ന രീതിയിലുള്ള മൽഗാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേറൊരു മാറ്റം വെച്ചാൽ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമുക്കൊരു മീറ്ററിൻ്റെ കേബിൾ, അതായത് സാധാ മീറ്ററിൻ്റെ കേബിൾ ഈ സൈഡിൽ കൊണ്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ മീറ്റർ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുന്നതാണ് മീറ്ററിൻ്റെ കേബിൾ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതും ഹോണ്ട ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു 13 ലിറ്ററിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ABSൻ്റെ വാണിംഗ് കാര്യങ്ങൾ ആ സ്റ്റിക്കറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ അതൊക്കെ ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് നിർത്തിയത്. ടാങ്കിലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ആ ഒരു 3D അമ്പലം കാണാവുന്നതാണ്. ഇതൊക്കെ ആ ഒരു ക്ലാസിക് ടച്ച് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ക്രോമിൻ്റെതായിട്ടുള്ള ഫിനിഷിങ് ഈ സൈഡിൽ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോണോ സസ്പെൻഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ഷിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു 5 സ്റ്റെപ്പ് ഗിയർ ബോക്സ് ആണ്. ഇതൊരു യൂണിവേഴ്സൽ ടൈപ്പാണ് തന്നെ കൊടുത്തിരിക്കുന്നത്, സിംഗിൾ പെഡൽ. നമുക്ക് വേണമെങ്കിൽ പ്രായമുള്ളവരൊക്കെ എടുക്കുവാണെങ്കിൽ ബാക്കിലോട്ടുള്ള പെഡൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഷോറൂമിൽ പഴയ വണ്ടികളുടെ ആ ഒരു സ്റ്റോക്ക് നിലവിൽ ഇപ്പോഴും വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അതും മാറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഫോൾഡബിൾ ആണ്, വിത്ത് റബ്ബർ കോട്ടിങ് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗിയറിലിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗത്തുള്ള ഇതും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് നോക്കിയാൽ ബാക്കിലായാലും ഫോൾഡബിൾ തന്നെയാണ്, റബ്ബറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളറിനോട് ചേരുന്ന ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് യൂണിക്കോൺ എഴുതിയ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബാക്കിലെ ടൈലറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് കിട്ടുന്നത്. അതിൽ ഹോണ്ട മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഹോണ്ട എന്നുള്ള ബാഡ്ജിങ് കാണാം. വളരെ നൈസായിട്ട് തന്നെ അത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു മൽഗാർഡായാലും ആ ഒരു പഴയ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നത്. ബാക്കിലെ ടയർ നോക്കിയാലും ആ സെയിം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ബാക്കിലെ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ്. അതെല്ലാം പഴയ വണ്ടിയിൽ വന്നതുപോലെ തന്നെയാണ് വന്നത്. ബാക്കിലെ ടയർ നോക്കിയാൽ 100-90 ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈലൻസർ നോക്കിയാലും ആ ഒരു പഴയ സൈലൻസർ തന്നെയാണ്. അതിലും അപ്ഡേഷനും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ക്ലാസിക് ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിലും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇവിടെയും ഒരു ക്രോമിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഈ ഒരു കിക്കർ ലിവർ നോക്കുമ്പോൾ ഈ കിക്കർ ലിവറും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ക്രോം ഫിനിഷാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. കിക്കറും വരുന്നുണ്ട്, നമുക്ക് സെൽഫ് സ്റ്റാർട്ടും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായാലും ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോമിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട്. ബ്രേക്ക് പെഡൽ നോക്കിയാലും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. പിന്നെ എഞ്ചിൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ OBD2B വേരിയൻ്റാണ് എഞ്ചിൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എമിഷനും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു സ്മൂത്ത് റൈഡിങ് ഫീൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ലുക്കും സ്റ്റൈലും അതായത് ഫീച്ചേഴ്സും ഏറ്റവും പുതിയതായിട്ട് ഹോണ്ട കൊടുത്തിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, നമുക്ക് ഈ ഒരു വണ്ടി കോൾഡ് സ്റ്റാർട്ടിൽ അതായത് തണുത്തിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുറച്ചേരം ഒരു സൗണ്ട് വണ്ടി ഇറച്ചി നിൽക്കുന്ന ഒരു ഫീലിംഗ് പഴയ വണ്ടികൾക്കുണ്ടായിരുന്നു. അത് ഈ വണ്ടിക്ക് കൊണ്ടുവന്ന് എന്തായാലും ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ഓവറായിട്ടുള്ള റേസിങ്ങിൻ്റെ ഫീല് ഹോണ്ട ഇതിൽ പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്നല്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഓട്ടോ ചോക്ക് എന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പഴയ വണ്ടികൾക്ക് ഈ സൈഡ് ചോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ B6 വന്നപ്പോൾ ആ ചോക്കൊക്കെ ഓട്ടോമാറ്റിക് ആക്കി അതിൻ്റെതായിട്ടുള്ളൊരു റേസിംഗ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓവറായിട്ടുള്ള റേസിംഗ് ഫീല് ഹോണ്ട ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നോർമലായിട്ടുള്ളൊരു റേസിംഗ് ഫീൽ തന്നെയാണ് വരുന്നത്. അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട് ഹോണ്ട. ആ ഒരു കാര്യത്തിൽ ഈ ഒരു വണ്ടി കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. കാരണം പഴയ വണ്ടിയിൽ ഒരുപാട് പേര് അതൊരു കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ നിലവിലുള്ള അപ്ഡേഷൻ. പുതിയൊരു അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ LED ഹെഡ്ലൈറ്റ്, USB ചാർജർ, പുതിയ ഡിജിറ്റൽ മീറ്റർ. അപ്പോൾ ഇതൊക്കെ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ 2025 മോഡലാണ്. അതുപോലെ നമ്മൾ ഈ വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പഴയ വണ്ടിയുടെ ഗിയർ ടൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് എടുത്തിട്ട് ഗിയർ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെല്ലാം ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ഗിയർ ടൈറ്റോ കാര്യങ്ങളൊന്നും വളരെ സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ആ കാര്യത്തിലൊക്കെ ഹോണ്ട കുറച്ചുകൂടെ ഇത് ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന പ്രൈസിൽ നിന്ന് ഏകദേശം 12,000 രൂപ വരെയാണ് ഈ ഒരു പുതിയ മോഡലിൽ പ്രൈസ് ഹൈക്കും കാര്യങ്ങളൊക്കെ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 55 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അത് 55-ന് മുകളിലായിട്ട് നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ഒരു കോംപ്രമൈസും ഹോണ്ട ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് യൂണിക്കോൺ ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെയുണ്ട് പുതിയ യൂണിക്കോണിൻ്റെ പെർഫോമൻസ് എന്നുള്ളതും പിന്നെ കട്ടറിൽ ഉള്ള റോഡിൽ ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് അതൊക്കെ നമുക്ക്. പിന്നെ പുതിയ ഡിജിറ്റൽ മീറ്ററാണ് നമ്മൾ കാണുന്ന പോലെ. അപ്പം ആ ഇൻസ്ട്രുമെന്റ് കൺട്രോൾ എനിക്ക് പഴയതൊന്നും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ രസമായിരുന്നു. അപ്പോൾ കുറച്ച് നൂതനം, അതായത് ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ യൂണിക്കോണിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് ഈ ഡിജിറ്റൽ മീറ്റർ എന്ന് പറയുന്നത്. SP160 കിട്ടിയ സെയിം മീറ്റർ തന്നെയാണ് നമുക്ക് ഒരു ജനറേഷൻ കഴിഞ്ഞ് വന്ന യൂണിക്കോണാണിത്. അപ്പോൾ ഇതുവരെയുള്ള ജനറേഷൻ ആ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസിക് ആയിട്ടൊരു മീറ്റർ, കംപ്ലീറ്റ്ലി ക്ലാസിക് മീറ്റർ മാറ്റി ഇപ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം ഈ പറയുന്ന പോലെ ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പഴയുള്ള യൂണിക്കോണിൽ ആ ഒരു ഡിജിറ്റൽ മീറ്റർ പോലും വന്നിട്ടില്ലായിരുന്നു. ഇത് നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് അതൊക്കെ വളരെ നൈസായിട്ടുണ്ട്. കട്ടറിൽ ഒരിക്കലും യൂണിക്കോൺ അല്ല, ഹോണ്ടയുടെ ഏത് വണ്ടി എടുത്താലും ഷോക്ക് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കുറച്ചൊരു ഹാർഡൻ സെറ്റപ്പിലാണ്. ആ ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഹാർഡ് ഷോക്കല്ല വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഷോക്കിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ ആവറേജ് മൈലേജ്, ലൈവ് മൈലേജ്, പിന്നെ ടൈം, ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ അതെല്ലാം കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കാനും പഴയതിനെക്കാട്ടി സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ലൊരു കയറ്റം വന്നിട്ടുണ്ട്. കൈ കൊടുത്ത് കയറിപ്പാം. വളരെ സ്മൂത്തായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. എത്ര വലിയ കയറ്റമാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ഹോണ്ട ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ബൈക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മീറ്ററിൽ വന്നിരിക്കുന്ന ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു നൊസ്റ്റാൾജിയ ഫീല്, നഷ്ടപ്പെട്ടു പോയ ഒരു ഫീല് വരുന്നുണ്ട്. കാരണം നമുക്ക് യൂണിക്കോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഹോണ്ടയ്ക്ക് സെയിൽ നേടിക്കൊടുത്ത ഒരു ബൈക്ക് സെഗ്മെൻ്റാണ്. ഇപ്പം യൂണിക്കോണ്, ഷൈന അങ്ങനെയുള്ള വണ്ടികളാണ് ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ബൈക്ക് സെയിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഒരു മാറ്റവും ഇല്ലാതെ ക്ലാസിക് ടച്ച് തന്നെ ഹോണ്ട നിലനിർത്തിക്കൊണ്ട് പോയൊരു വണ്ടിയാണ് യൂണിക്കോൺ. അതിന് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ
നമ്മളെല്ലാം എന്താ പറയുന്നത്, പെട്ടെന്നൊരു ഇങ്ങനൊരു ചേഞ്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചേഞ്ചിങ് ആയിട്ട് ഇത് നല്ലൊരു ചേഞ്ചാണ്. സിമ്പിളായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസിലെ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആ ഒരു പെർഫോമൻസ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തിയത് ഡിജിറ്റൽ മീറ്റർ ആണ്. അതുപോലെ USB-C പോർട്ട് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നമുക്ക് LED ആക്കിയിട്ടുണ്ട്. അത് വലിയൊരു അപ്ഡേഷൻ തന്നെയാണ്. കാരണം ഒരു യുഗം മൊത്തം നമ്മുടെ ഈ യൂണിക്കോൺ ഭരിച്ചുകൊണ്ടിരുന്നത് ക്ലാസിക് ആയിട്ടുള്ള സെഗ്മെന്റിലാണെങ്കിൽ ആ ക്ലാസിക് സെഗ്മെന്റിൽ ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് പുതിയ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിൽ. അതായത് കുറച്ചുകൂടെ ന്യൂജൻ ആക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു സൗണ്ട് ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കിയ പോലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ആട് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. പിന്നെ ബാക്കിയെല്ലാം ഇനിയിപ്പം ഇത് ഒരുപാട് റോഡ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ശരിക്കും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റൈഡിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ഈ കാണുന്ന പോലെ കയറ്റമൊക്കെ വളരെ സിമ്പിളായിട്ട് കയറുന്നുണ്ട്. ബ്രേക്കിംഗ് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പുതിയ വണ്ടി വാങ്ങിക്കുവാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ താഴെ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ ഈ വണ്ടി വാങ്ങിക്കാൻ പോകുന്നവർക്ക് അതൊരു ഉപകാരം കൂടെ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.